ഷാനവാസിന് വയ്യാതെ ദേഹം കുഴഞ്ഞ് വീണ് ഷാനവാസിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. പാല് കണ്ണിൽ വീണിട്ടാണോ എന്ന് അറിയത്തില്ല. നിവിൻ പാലെടുത്ത് തലവഴിയെ ഒഴിച്ച്. അന്നേരമാണ് ഷാനവാസ് താഴോട്ട് ഇരുന്നത്. പിന്നെ ഷാനവാസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടായിരുന്നു. അന്നേരം ഷാനവാസിനെ അനീഷ് എല്ലാവരും കൂടെ ചേർന്ന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഷാനവാസിൻ്റെ കൂടാണ് അനീഷ്. അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. നിവിൻ പാലെടുത്തുകൊണ്ട് വന്നപ്പോൾ ഷാനവാസ്, നീ എന്തിനാണ് പാലെടുത്ത് കുടിക്കുന്നത്, ഇവിടെ ആർക്കും ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് ഷാനവാസ് ആ പാല് പിടിക്കാൻ നോക്കുന്നതാണ്. ഷാനവാസ് നിവിനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നിവിൻ ആ ഷാനവാസിനെ തള്ളിയോ ഉന്തിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഷാനവാസിൻ്റെ ദേഹത്തോട്ട് ആ തലവഴിയിൽ ആ പാലെടുത്ത് ഒഴിച്ച്. എന്നിട്ട് അവൻ തിരിച്ച് വന്നിട്ട് കിച്ചണിൽ നോക്കിയിട്ട് പറയാം പാല് മൊത്തം പോയെന്ന്. അവന് ഷാനവാസിന് ഇത് എത്രയായ ഒരു പ്രശ്നമല്ല, അവന് പാല് പോയതാണ് പ്രശ്നം. എന്നിട്ട് അക്ബറും ആര്യനും എല്ലാവരും കൂടെ പറയാം ഡ്രാമയാണെന്ന്. അവിടെ ഇരിക്കുകയാണ്. നൂറ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ വന്ന ഡ്രാമയല്ല, മറ്റുള്ളവർക്ക് വന്ന ഡ്രാമയാണോ എന്ന് ചോദിക്കുന്നു നൂറ. നിവിൻ എന്തൊരു കൊളരായ്മയാണ് കാണിക്കുന്നത്. ഇവൻ പോകാൻ വേണ്ടി പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് ഇവൻ ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. ഭയങ്കര ഓവറായി നിവിന. ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഒരാളല്ല, എല്ലാവരുടെ അടുത്തും അവൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. ഇന്നലെ അനുമോളടുത്ത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കി. അവന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവൻ വീണ്ടും ഇന്നിപ്പോൾ ഇത് കാണിച്ചത്. ഷാനവാസിൻ്റെ തലവഴിയെ ഒഴിച്ച പാലാണത്. ആ ഷാനവാസിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുമ്പോൾ അവൻ പറയുന്നത് പാല് മൊത്തം പോയെന്ന്. അവൻ അതാണ് വലിയ പ്രശ്നം. ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ വിട്ടിട്ട് ബാക്കിയുള്ളവർ ലിവിങ് റൂമിൽ വരാൻ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.